ഹായ് കൂട്ടുകാരെ, ഷീലൂസ് കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറേ നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ കറി വെക്കുന്നതാണ് ഈ കറിക്ക് നല്ലത്. നല്ല ടേസ്റ്റാണ് നമുക്ക് വെളിച്ചെണ്ണയിൽ കറി വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ അത് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത്, അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, നമുക്ക് കുറച്ചധികം ഒരു കൈക്കുടന്ന ചെറിയ ഉള്ളി വേണം, അത് അരിഞ്ഞതും, പിന്നെ അതിലേക്ക് പച്ചമുളക് 2 കീറിയതും, ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി നന്നായി അരിഞ്ഞു വച്ചിരിക്കുന്നത് ഈ വെളിച്ചെണ്ണയിലേക്ക്, ചൂടായി കിടക്കുന്ന ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അത് ഒന്ന് നന്നായിട്ട്, അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണം. എങ്കിൽ മാത്രമേ അതിനൊരു കറിക്ക് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വരാൽ കറിക്ക് അത്രയും ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. കൂടാതെ അതിലേക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്നിട്ടേ നമ്മൾ ബാക്കി കറിപ്പൊടികൾ ഒക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കറിപ്പൊടികൾ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ വഴന്ന് വരാനായിട്ട് എളുപ്പത്തിന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, അതിൽ ആവശ്യത്തിന് കുറച്ച് പൊടിയുപ്പ് ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി അതിലേക്ക് മൂടി വെച്ചൊന്ന് ചെറിയ തീയിലൊന്ന് ആവി കയറ്റി വിടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നല്ലതായിരിക്കും. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിൽ ചേർക്കാം. അങ്ങനെ നമ്മൾ ഒന്നുകൂടി വഴറ്റിയെടുത്തു. വരാൽ കറിക്ക് വേണ്ട ഈ മസാലയ്ക്ക് മുമ്പായിട്ട് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഇരുന്ന് അത് നന്നായിട്ട് വഴന്ന് വരണം. എങ്കിൽ മാത്രമേ പൊടികൾ ചേർത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ വരാലെന്ന് പറയുന്നത് നമ്മുടെ ഈ കോട്ടയം ഭാഷയിൽ വരാലെന്ന് പറയും. പക്ഷേ കോഴിക്കോട് അങ്ങനെയുള്ള അടുത്തൊക്കെ പലതരത്തിൽ പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഒന്ന് ബ്രാലെന്ന് അറിയപ്പെടുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു മെഡിസിനൽ ഫിഷും കൂടിയാണ്. നമ്മൾ കിണറിലൊക്കെ വളർത്താൻ പറ്റിയതും, എന്നാൽ മെഡിസിൻ, അതായത് നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എന്താ പറയുക, ഒടിവും ചതിവും അതൊക്കെ മാറ്റാനൊക്കെ ഈ പറഞ്ഞ വരാൽ നല്ലതാണ്. അപ്പോൾ അതൊരു മെഡിസിനൽ ഫുഡായിട്ട് ഇവിടുത്തെ അച്ഛൻ ധാരാളം കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ നല്ലൊരു ഫുഡാണ്, നല്ലൊരു ഫിഷാണ്, നല്ലൊരു മീനാണ് നമ്മുടെ വരാലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാലെന്ന് പറയുന്നത്. കോഴിക്കോട് ഭാഷയിൽ പറയുകയാണെങ്കിൽ ബ്രാലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഫിഷ് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വറുക്കുകയോ അതുപോലെ കറി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ബ്രാല് നല്ലതാണ്. വറുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും, പക്ഷേ കറി വെച്ച് കൂട്ടുന്നതാണല്ലോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ വരണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വരണ്ട് വന്നിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും വേണം. പെരിഞ്ജീരകപ്പൊടിയുടെ ടേസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഒരിത്തിരി മുന്നോട്ട് നിൽക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി ഇടാനായിട്ട് മറന്നു പോകരുത്. അതാണ് അതിൻ്റെ ടേസ്റ്റ് നൽകുന്ന അതിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അളവിൽ ആ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ജീരകപ്പൊടിയും അത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതാണ് അതിൻ്റെ. അപ്പം ഈ വരാൽ കറിക്ക് ഇതേപോലെ
എണ്ണ തെളിഞ്ഞ് വരുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് വരട്ടിയിടണം. ആ എണ്ണ തെളിയിൽ അതിൻ്റെ ആ കറിയുടെ ടേസ്റ്റിന് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വിധത്തിൽ വരാൽ കറിക്ക് ഇതേപോലെ കൂട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്ത് നമുക്ക് ചിരകി അതിൻ്റെ പാല്, ഒന്നാം പാലും രണ്ടാം പാലും ആക്കി മാറ്റി വെച്ചിരിക്കണം. നമ്മളിത് കറി വെക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ ചേർത്ത ഈ കറി, വരാലിൻ്റെ ഈ കറി എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം അതിൻ്റെ ടേസ്റ്റ്. അത് നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഈ കറി ഇങ്ങനെ, ഈ ഫിഷിനെ ഇങ്ങനെ പൊള്ളിച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഞാൻ വറുത്ത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് വളരെ ഗംഭീരമായിട്ടുള്ള കറിയാണ്. നമുക്ക് അത് മാത്രം കൂട്ടി ചോറുണ്ണാനായിട്ട് സാധിക്കുന്ന ഒരു നല്ലൊരു കറിയാണ്. അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് തിള വരുന്ന വിധത്തിൽ നമ്മളതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ആ കൂട്ടത്തിൽ തന്നെ പറയട്ടെ, ഈ വരാലെന്ന് പറയുന്നത് ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾ വരാൽ കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇതിനെ വറക്കുകയുള്ളൂ. വറക്കുക എന്ന് പറയുമ്പം അത്രയ്ക്കും ടേസ്റ്റായിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കും. പക്ഷേ കറി വെച്ച് അവിടെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം അമ്മയ്ക്ക് വരാൽ അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മ അത് വറുത്ത് നിങ്ങൾ കൂട്ടിക്കോ എന്നുള്ള രീതിയിൽ അത് ഞങ്ങൾക്ക് വിട്ടു തരും. അതുകൊണ്ട് ഞങ്ങളത് നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഈ വരാൽ, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് നന്നാക്കിയെടുത്ത് കറി വറക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ വരാൽ അമ്മ കൂട്ടാത്തത് കൊണ്ട് അമ്മ പറയും നിങ്ങൾ വറുത്ത് കൂട്ടിക്കുമെന്ന് പറയും. അങ്ങനെ വറുത്ത് കൂട്ടിയ ശീലം മാത്രമേ ഉള്ളൂ ഈ വരാൽ. പക്ഷേ ഇവിടെ വന്നപ്പം വരാൽ നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അത് എങ്ങനെയാണ് നല്ല രീതിയിൽ പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. വളരെ നന്നായിട്ട് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വരാൽ കറി നമുക്ക് ഈ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്നൊരു കറിയാട്ടോ. അതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിതിനെ ഒന്ന് സെറ്റാക്കി വെച്ച് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിയുമ്പം നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഈ മീൻകറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആവശ്യത്തിന് ഉപ്പ് വേണം. നമ്മൾ ചോറിനകത്ത് ഉപ്പിടാത്തവരാണെന്നുണ്ടെങ്കിൽ മീൻകറിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേണം മീൻകറി വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ചോറിൽ ഒഴിക്കാൻ നേരത്തെ ആ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഉപ്പ് കറക്റ്റായിട്ട് ഒരു തുള്ളി മുമ്പിൽ നിൽക്കുന്ന വിധത്തിൽ, ചോറിന് കൂട്ടാനാണെങ്കിൽ ഒരു തുള്ളി ഉപ്പ് മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ എടുക്കാം. ചില ചില ആൾക്കാരൊക്കെ ചോറിൽ ഉപ്പിടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ ഉപ്പ് ഉപയോഗിക്കാതെ നമ്മൾ ചോറ് വെക്കുന്ന ആൾക്കാർ ഈ കറിക്ക് ഒരു തുള്ളി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വരാൽ മുറുക്കിയത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളച്ചിരിക്കുന്ന സമയത്താണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. വരാലെന്ന് പറയുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള മത്സ്യമാണ്. നല്ല മെഡിസിനൽ ഫുഡാണ്. അത്രയും നല്ല ഫിഷാണത്. നല്ലൊരു മീനാണത്. കറി വയ്ക്കാനും അതുപോലെ തന്നെ പൊള്ളിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു നല്ലൊരു ഫിഷാണ്. അപ്പോൾ അത് എല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മളതൊന്ന് സ്പൂൺ വെച്ച് അതൊന്ന് ഇളക്കി അതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, ആ ഫിഷിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമ്മളതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം 10 മിനിറ്റ് നമുക്ക് തിളപ്പിച്ച് എടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ഇപ്പം കണ്ടില്ല, അത്യാവശ്യം നല്ല ഇത്തിരി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി മതിയാവും നമുക്ക്. ആ ഒരു തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് വീണ്ടും നമ്മളെന്ത് ചെയ്യുന്നു, അതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ച് വെക്കുക.
അപ്പം നമ്മുടെ വരാലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ലേ. അപ്പം നല്ല ടേസ്റ്റുള്ള ഫിഷാണ് കേട്ടോ നമ്മുടെ വരാലെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, ശരീരത്തിന് ബലം കിട്ടും. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒക്കെ ശരീരത്തിന് ബലം കിട്ടുന്ന ഒരു മത്സ്യമാണ് നമ്മുടെ വരാലെന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ പാകത്തിന് ഉപ്പ് മതിയാവും. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമല്ലോ ചപ്പാത്തിയുടെ മാവിൽ, അതുകൊണ്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പ് മതിയാവും. പക്ഷേ ചോറിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കാത്തവരാണെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തുള്ളി ഉപ്പ് കൂടുതൽ ചേർത്ത് വേണം കറി വയ്ക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് തിളച്ചൊക്കെ വന്നു 5 മിനിറ്റും കഴിഞ്ഞു കേട്ടോ. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ തലപ്പാൽ അതിലേക്ക് ഒഴിച്ച് ചെറിയ ഒരു തിള വരുമ്പോഴേക്ക് തീ ഓഫ് ചെയ്ത് നമ്മൾ അതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വരാൽ കറി കൂട്ടി ചപ്പാത്തിയും അല്ലെങ്കിൽ ചോറും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട, അത്ര ടേസ്റ്റായിരിക്കും. ഈ കറി നമ്മൾ വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടി ചൂടാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ അതിഗംഭീരമാണ്, പറയണ്ട, അത്ര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. കുറച്ചും കൂടി നമ്മൾ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇതാണ് നമ്മുടെ വരാൽ കറി. അത്യാവശ്യം നല്ല മുഴുത്ത വരാലാട്ടോ, അതുകൊണ്ടാണ് നമുക്ക് അത്രയും വലിയ കഷ്ണമായിട്ട് കിട്ടുന്നത്. കണ്ടോ, അത്ര ടേസ്റ്റായിരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ വരാൽ കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടമായില്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.